let capital X equal to set 1, 2, 3, 4, 5 and let T equals and let T equals x5 x5 1 2 3 set 1 2 3 1 2 3 ആണ് 2 3 be a topology on X, be a topology on X, be a topology on X. Be a topology on X. Then closure of set ഇത് റിയൽ പഠിപ്പിച്ചപ്പോൾ ക്ലോഷറും ഇന്റീരിയറും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ഇല്ലല്ലേ, എല്ലാം ഉണ്ട് ഇതൊക്കെ. അല്ല, ഞാൻ പഠിപ്പിച്ചോന്ന് ചോദിച്ചത്, ക്ലോഷർ ഇന്റീരിയർ എന്നൊക്കെ. പക്ഷെ അതുപോലെ അല്ല ഇത് കേട്ടോ, വ്യത്യാസമുണ്ട്. ആ ക്ലോഷർ അല്ല ഈ ക്ലോഷർ, ടോപ്പോളജിയിലുള്ളതാണ്. Closure of set 1 4 is option A set 1 4, option A set 1 4, option B set 1 4 5, option C 1 2 4, 1 2 4, 1 3 4. ഇതിൻ്റെ ഡെഫിനേഷൻസ് എല്ലാം പഠിപ്പിച്ചിട്ടേ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒട്ടും പഠിപ്പിക്കാത്തതായതുകൊണ്ട്. ഈ ടോപ്പോളജി എന്ന് പറയുമ്പോൾ റിയലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതൊരു ചെറിയ ഇതാണ്. ടോപ്പോളജി എന്ന വലിയ ഇതിൻ്റെ ഒരു സബ്സെറ്റായിട്ട്. അതെന്താന്ന് പറയാം, ടോപ്പോളജി എന്താണെന്ന് ആദ്യം പറയാം. ഒരു എക്സ് തരികയാണ് സെറ്റ്. ടോപ്പോളജി ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ കളക്ഷൻ. നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറയാൻ. ലെറ്റ് എക്സ് ബി എ സെറ്റ്. എ ടോപ്പോളജി ഓൺ എക്സ് ഇസ് എ കളക്ഷൻ ടി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എക്സും ഫൈയും ഇതിനകത്തുണ്ടാകണം. ആ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ആണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതിന് 3 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നാമത്തെ, ആ കളക്ഷന് എക്സും ഫൈയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെന്റ്സ്. ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെന്റ്സ് ഓഫ് ടി ഈസ് ഇൻ ടി എന്നാണ്. അതായത് ടിയിലെ എലിമെന്റ്സിന്റെ യൂണിയൻ, ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റും ആകാവുന്ന അർത്ഥം. ഫൈനൈറ്റ് മാത്രമല്ല, ഇൻഫിനിറ്റ് യൂണിയനും. അതായത് ടോയിലെ കുറച്ച് എലിമെന്റ്സിന്റെ യൂണിയൻ ടി തന്നെ വരണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് എലിമെന്റ്സ് ഓഫ് ടി ഈസ് ഇൻ ടി. അതായത് അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പം ടി തന്നെ വരണം. അത് ഫൈനൈറ്റേ പറ്റത്തുള്ളൂ, ഇൻഫിനിറ്റിന് ആവുകയില്ല. ശരിയാവണമെന്ന് നിർബന്ധമില്ലാണ്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കളക്ഷൻ ഓഫ് സബ്സെറ്റ്സിനാണ് ടോപ്പോളജി ഓൺ എക്സ് എന്ന് പറയുന്നത്. ഈ ടോപ്പോളജിയിലെ എലിമെന്റ്സിനെ ഓപ്പൺ സെറ്റ്സ് എന്ന് പറയും. അപ്പൊ ഇത് ഡെഫിനേഷൻ എങ്ങനെ മാറ്റി പറയാം? എക്സ് ആൻഡ് ഫൈ ആർ ഇൻ ടി എന്നുള്ളത് എങ്ങനെ പറയാം? എക്സ് ആൻഡ് ഫൈ ആർ ഓപ്പൺ എന്ന് പറയാം അല്ലേ?
ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെന്റ്സ് ഓഫ് ടി ഈസ് ഇൻ ടി എന്ന് പറഞ്ഞാൽ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ എന്ന് പറയാം. അതുപോലെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ എന്ന് പറയാം. ഇതാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ടോപ്പോളജിയും കൂടെ ചേരണം. ഇതിന് ആ പെയറിനാണ് ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുന്നത്. ഇത്രയൊന്നും ആദ്യം എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസറിൻ്റെ ഒന്നും എത്താറായില്ല. എന്താണ് അതിപ്പോൾ എന്തെഴുതിയാൽ എന്താണ്? നിങ്ങൾക്കിപ്പോൾ ആശയം വേറെ എന്തെങ്കിലും പേരിട്ടാൽ കുഴപ്പമുണ്ടോ? പിന്നെ അതുപോലെയുള്ള ഇതൊക്കെ എല്ലാവരും വലിയ കാര്യത്തിലാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഒരക്ഷരം മാറ്റി പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയും. ഡെൻസിറ്റിക്ക് ഡി എന്ന് വേണേൽ റോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഡെൻസിറ്റി അത് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. ചില കാര്യങ്ങൾ മാറ്റാനൊക്കെ ഇല്ല. പൈ എന്നുള്ളതിന് അത് വേറെ മാറ്റി പറയാനൊക്കെ ഇല്ല, അത് വേറെ പറയാനൊക്കെ ഇല്ല. അല്ലെ ഈ അല്ലാത്തതൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. അത് സൂചിപ്പിക്കണം എന്താണെന്ന് മാത്രം. കൺഫ്യൂഷൻ വരരുത് കേൾക്കുന്ന. നിങ്ങളുടെ ഈ സംശയങ്ങൾ പലരും ഇതിങ്ങനെ ചോദിക്കും, ഇങ്ങനെ ടോയാണ് എഴുതുന്നത്. അതിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഇങ്ങനെ ഒന്ന് വളച്ചെഴുതുന്നല്ലേ ഉള്ളു. അത് പല പുസ്തകത്തിൽ പല ഇത് കാണും. അത് എന്ത് വേണേൽ നമുക്ക് സ്വന്തമായിട്ടും എഴുതാം. ഡെഫിനേഷൻ ഒന്നും മാറ്റാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ വെട്ടി ദൂരെ കളയും. അവർക്ക് സ്വന്തമായിട്ട് മാറ്റാം. ഇപ്പോൾ ഫോറിൻ ടെക്സ്റ്റ് ബുക്കുകൾ ഡെഫിനേഷൻ എല്ലാ ഓഥർമാർ അവർക്ക് തോന്നിയതാണ് എഴുതുന്നത്. പല പുസ്തകം വായിച്ചാൽ പലതാണ്, ഒരുപോലെയല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യുന്നത് വെട്ടി ദൂരെ കളയുകയും ചെയ്യുന്നത്. അത് ചെയ്യാൻ നമുക്ക് അതിനുള്ള അവകാശമില്ല. ഇവിടെ പഠിപ്പിക്കുന്ന സാറന്മാർക്കും പറ്റത്തില്ല അതൊന്നും. പല ഡെഫിനേഷനും വേറെയാണ്. ഞാൻ ഫണ്ടമെൻ്റലായിട്ട് ഡിഫറൻസ് ഉണ്ടെന്നല്ല, ചെറിയ ചെറിയ വ്യത്യാസം കാണും. ഇപ്പോൾ നോർമൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് മങ്കേഴ്സിലെ ഡെഫിനേഷനല്ല, ജോഷിയുടെ ബുക്കിൽ വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണ്. T0 സ്പേസ് ഒന്നും കൂടെ ചേർത്താണ് ജോഷിയിൽ പറയുന്നത്, മങ്കേഴ്സിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. കാരണം ഈ പൊട്ടന്മാർ ചോദ്യം ഇടുന്നതിൽ മറ്റേ ബുക്കിലാണ് നോക്കി എഴുതിയെങ്കിൽ ഇത് തെറ്റായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന ഈ ബുക്കാണെങ്കിൽ അത് അവനെ ഇവിടുന്ന് ചോദ്യം ഇട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്. അത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിനുള്ള പരീക്ഷകൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്ര എഴുതാൻ ടോപ്പോളജി എന്ന് എഴുതാൻ ഹെഡിങ്. ചാപ്റ്ററിൻ്റെ പേരല്ല ഞാൻ ടോപ്പോളജി ഉദ്ദേശിക്കുന്നത്. അല്ല, സബ്ജക്റ്റിൻ്റെ പേരല്ല, ഡെഫിനേഷനാണ് ടോപ്പോളജി. A topology on a set capital X. A topology on a set capital X is a collection T of subsets of X. Is a collection T of subsets of X satisfying the following conditions. Satisfying the following conditions. Collection of subsets of X satisfying the following conditions. 1. X element of T and phi element of T. രണ്ടാമത്തേത് arbitrary union of elements of T is in T. Arbitrary union of elements of T is in T. മൂന്നാമത്തെ കണ്ടീഷൻ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് elements of T is in T. Elements of T is in T.
the pair consisting of a set X, the pair consisting of a set capital X together with a topology T on X. The pair consisting of a set X together with a topology T on X is called a topological space. Is called a topological space. Is called a topological space. Elements of a topology are called open sets. Elements of a topology are called open sets. So a topology on a set capital X. So a topology on a set capital X can be defined as a collection of subsets of X. Collection of subsets of X, comma, which are called open sets. Which are called open sets. Such that X and phi are open, comma, arbitrary union of open sets is open. Arbitrary union of open sets is open. Arbitrary union of open sets is open. ഇനി ടോപ്പോളജിക്ക് എക്സാമ്പിൾ പറഞ്ഞാലേ പറഞ്ഞില്ലേ, ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ അങ്ങനെ പറഞ്ഞില്ലേ, ആൻഡ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. ആൻഡ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. ഇപ്പോൾ ഉദാഹരണത്തിന് X 1, 2, 3 ആണെന്ന് വിചാരിക്കുക. ടോപ്പോളജി ആണ് എക്സും വൈയും നിർബന്ധമായിട്ടുണ്ടാകണമല്ലോ, അത് രണ്ടും എഴുതണം. പിന്നെ ഇത്രയും മാത്രം എഴുതിയ ടോപ്പോളജി ആയിരിക്കുമോ? അതിൻ്റെ ഇൻ്റർസെക്ഷൻ എത്രയാണ്? സിംഗിൾട്ടൺ ലൂ അങ്ങനെ ഒരു എലിമെൻ്റ് ഇതിനകത്തില്ലല്ലോ, അപ്പോൾ ടോപ്പോളജി അല്ല. അതുകൂടെ ചേർത്താലോ? പിന്നെ നോക്കണം ഇത് രണ്ടും കൂടെ ചേരുമ്പം എക്സ് തന്നെ ഇതിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട് ഇല്ലേ. പിന്നെ 1, 2, 2 വേറെ ഇത് തന്നെയാണ് വരുന്നത്, പുതിയതായിട്ടൊന്നും വരുന്നില്ല. 2, 3 ഇല്ല അല്ലേ. അപ്പം എല്ലാ കണ്ടീഷനും ശരിയാവുന്നുണ്ട്. ഇതൊരു ടോപ്പോളജി ആയിരിക്കും. ഈ 3 എലിമെൻ്റ് ഉള്ള സെറ്റിന് 29 ടോപ്പോളജി ആണ് ഇങ്ങനെ. ഒന്ന് എക്സും പൈയും ആണ് ഒരെണ്ണം, പിന്നെ എക്സും പൈയും സിംഗിൾട്ടൺ മണ്ണും കൂടെ ചേരും, അത് ടോപ്പോളജി അല്ലേ. പിന്നെ ഓരോന്നും അങ്ങനെ ചേർക്കുന്നത് എക്സ് 5 സിംഗിൾട്ടൺ 2, എക്സ് 5 സിംഗിൾട്ടൺ 3, ഇപ്പം 3 എണ്ണം ആയില്ലേ. ഇത് 4 എണ്ണമായി അല്ലേ. പിന്നെ എക്സും 5ഉം 1, 2, 2, 3 സിംഗിൾട്ടൺ 2 അല്ലേ, അത് 4-മത്തേത് 5-മത്തെ. പിന്നെ എക്സ് 5 1, 3 അല്ല സിംഗിൾട്ടൺ അല്ല 2, 3, 1, 3 അത് സിംഗിൾട്ടൺ 3 എന്ന് കിട്ടും അല്ലേ. പിന്നെ എക്സ് 5 1, 2, 1, 3 ആണെങ്കിലോ സിംഗിൾട്ടൺ 1 അല്ലേ. അപ്പം തന്നെ 6, 1, 8, 7 ആയിട്ടുണ്ട്. പിന്നെ ഈ എക്സും പൈയും മാത്രം ഉള്ളതിനെ
പറയുന്ന പേര് ട്രിവിയൽ ടോപ്പോളജി എന്നാണ്. പിന്നെ മുഴുവൻ സബ്സെറ്റും എടുക്കുകയാണെങ്കിൽ അതും ഒരു ടോപ്പോളജി ആയിരിക്കും. സകല സബ്സെറ്റ്സും, ഇതിനാകുമ്പോൾ 8 സബ്സെറ്റ് വരും ഇല്ലേ, അതെല്ലാം കൂടെ എടുക്കുന്നതും ടോപ്പോളജി ആയിരിക്കും. അതാണ് ലാർജസ്റ്റ്, സ്മോളസ്റ്റ് എക്സും വൈയും മാത്രമാണ്. അങ്ങനെ 29 എണ്ണം കിട്ടും. എല്ലാം ഞാൻ എഴുതണമെങ്കിൽ എത്ര സമയം പിടിക്കും? അതൊന്നും വലിയ കാര്യമില്ല. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം, 3 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിന് എത്ര ടോപ്പോളജി ഉണ്ടെന്ന് ചോദിച്ചാൽ 29 എണ്ണം. അതെല്ലാം എഴുതാൻ പോയാൽ 2-3 പേര് എഴുതേണ്ടി വരും. അത് ഞാൻ എഴുതുന്നില്ല. അത് 4 എലമെൻ്റ് ആകുമ്പോൾ കുതിച്ച് കയറും, പിന്നെ ഒത്തിരി കൂടുതലാകും. അതുകൊണ്ട് എക്സാമ്പിൾസ് എന്ന് എഴുതേ. Let x equal to set 1, 2, 3. T equal to xy 1, 2, 2, 3 singleton 2 is a topology on X. On X. കണ്ടീഷൻ ഞാൻ ഒന്നും വെരിഫൈ ചെയ്തെഴുതണ്ട, മനസ്സിലായില്ല എങ്ങനെയാണ്. യൂണിയൻ എടുക്കുമ്പോൾ 1, 2, 2, 3 ചേരുമ്പോൾ എക്സ് ആണ്, അതിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. ഇൻ്റർസെക്ഷൻ സിംഗിൾട്ടൺ 2 അതും ഉണ്ട്. ഈ സിംഗിൾട്ടൺ 2 എഴുതിയില്ലെങ്കിൽ ടോപ്പോളജി ആവത്തില്ല. ഈ മൂന്നാമത്തെ കണ്ടീഷൻ, ഇൻ്റർസെക്ഷൻ്റെ കണ്ടീഷൻ ഫെയിലായി പോകും. ഈ 1, 2, 3 മാത്രമല്ല, 3 എലിമെൻ്റുള്ള ഏത് സെറ്റായാലും 29 ടോപ്പോളജീസ് കാണും. അതവിടെ എഴുതിയാൽ ഇഫ് എക്സ് കണ്ടെയ്ൻസ് 3 എലമെൻറ്റ്സ്, ഇഫ് എക്സ് കണ്ടെയ്ൻസ് 3 എലമെൻറ്റ്സ് then X has 29 topologies. ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ 29 ടോപ്പോളജീസ്. എന്താ അത് എഴുതി കണ്ടുപിടിക്കുന്ന, അല്ലാതെ ഫോർമുലയൊന്നും ഇല്ല. ഫോർമുലയായിട്ട് ഇല്ല, എൻ്റെ അറിവിലില്ല, കാണാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ ഏത് ബുക്കിൽ കണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ 5-6 എണ്ണം എഴുതിയില്ലേ, അതുപോലെ എല്ലാം എഴുതി വരുമ്പം 29 എണ്ണം കിട്ടും. ഈ ഇത് തന്നെ 3 തന്നില്ലേ, ഇതിപ്പോൾ 6 അല്ലേ, ഇത് 7 ആയില്ലേ, 8 അല്ല, ഇത് 6, 7 ആയി. പിന്നെ അങ്ങനെ എല്ലാം എഴുതി വരുമ്പോൾ ഇത്രയും കാണും. അത് എഴുതണമെങ്കിൽ അരമണിക്കൂർ പിടിക്കും. അതിൽ 29 എഴുതണമെങ്കിൽ നമ്മൾ ആലോചിക്കാതെ എഴുതാൻ പറ്റത്തില്ല. എഴുതിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ശീലം ഫെയിലാവും. അങ്ങനെയുള്ളത് ഞാൻ നേരത്തെ എഴുതി നോക്കിയപ്പോൾ, പണ്ട് എഴുതി നോക്കിയപ്പോൾ 29 എണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പുസ്തകത്തിൽ 29 ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ടോപ്പോളജിക്കൽ സ്പേസ് തരിക. ഇപ്പോൾ ക്ലോഷറാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോഷറും ഇൻറ്റീരിയറും ഒന്നിച്ച് പറയാം. എ ഒരു എക്സിൻ്റെ സബ്സെറ്റാണെന്ന് വിചാരിക്കുക. Interior of A is defined as the smallest open set contained in A എന്നാണ്. എയ്ക്കകത്ത് ഉള്ള ഏറ്റവും ചെറിയ ഓപ്പൺ സെറ്റിനെയാണ് ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറയുന്നത്. ക്ലോഷർ ഓഫ് എ എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല കേട്ടോ. ഇൻറ്റീരിയർ ഓഫ് എ ഇസ് ഡിഫൈൻഡ് ആസ് ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എയിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഓപ്പൺ സെറ്റിനെയാണ് ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറയുന്നത്.
അത് INT എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ A⁻0. ക്ലോസർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എക്ക്, അത് എ സൂപ്പർ സെറ്റായിട്ട് വരുന്ന, എക്ക് സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റിനെയാണ്, ക്ലോസ്ഡ് സെറ്റ് എന്നാന്ന് പറഞ്ഞില്ല, അതുകൂടെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അല്ല ഇത് അത് ഇന്റീരിയറിന് അത് മതി. ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആകുക എന്നുള്ളതാണ്. കോംപ്ലിമെൻ്റ് ഓപ്പൺ ആണെങ്കിൽ അതിനെ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇതിന് ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലേ, സിംഗിൾട്ടൺ 3യുടെ കോംപ്ലിമെൻ്റ് എന്താണ്? 1 2. അതിനകത്തില്ലേ? ടോപ്പോളജിയിലുള്ളതിനാണ് ഈ ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 2 ഓപ്പൺ ആയതുകൊണ്ട് അതുകൊണ്ട് സിംഗിൾട്ടൺ 3 ഈസ് എ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആവുക എന്നുള്ളത്, അത് അടുത്ത ഹെഡിങ് ആയിട്ട്. ക്ലോസ്ഡ് സെറ്റ്, ക്ലോസ്ഡ് സെറ്റ് a subset A of a topological space, a subset A of a topological space X is said to be closed, is said to be closed if the complement X minus A is open. ഡെഫിനേഷനിൽ റിയലി പഠിക്കുന്ന ഇതെല്ലാം ഒരുപോലെയാണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ വ്യത്യാസമുണ്ട് അതിനകത്ത്. റിയലിൽ ടോപ്പോളജി ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരു ഓപ്പൺ സെറ്റ് എന്ന് എക്സ് എന്നൊരു പോയിന്റ് തന്നെന്ന് വിചാരിക്കുക, അതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എനി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ഈസ് കോൾഡ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്നാണ്. ടോപ്പോളജിയിൽ നെയ്ബർഹുഡിൻ്റെ അർത്ഥം എനി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ്. ഇപ്പോൾ 2ൻ്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്, 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഇതുണ്ട്, എക്സ് ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. സിംഗിൾട്ടൺ 2 പറയാം, ഇതും പറയാം. 5 മാത്രം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ 3യുടെ നെയ്ബർഹുഡ് ആണെങ്കിൽ ഇത് പറയാം, ഇതും പറയാം. ഇത് പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് 3 ഇല്ല. അപ്പോൾ 2 3യും എക്സും ആണ് 3യുടെ നെയ്ബർഹുഡ്. 1ൻ്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ഇതും പറയാം, എക്സും പറയാം. അപ്പൊ അതുകൂടെ എഴുതണം, നെയ്ബർഹുഡ് എന്നുള്ളത്. ഈ നമ്മൾ റിയൽ അനാലിസിസ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവെൽ കണ്ടെയ്നിങ് എക്സ് എന്നാണ്. ഇവിടെ അത് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ റിയൽ ലൈനിൽ കോംപ്ലക്സ് പ്ലെയിനിൽ വരുമ്പം ഇത് ബോൾ വരും. പറഞ്ഞത് നെയ്ബർഹുഡ് an open set containing small x element of capital X, small x element of capital X is called a neighborhood of X, is called a neighborhood of X. ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് ഇന്റീരിയർ ആൻഡ് ക്ലോഷർ ഓഫ് എ സെറ്റ്, interior and closure of a set. Let X be a set, let X be a subset, let X be a topological space, let X be a topological space and a subset of X, and capital A subset of X. Then interior of A, മുഴുവൻ എഴുതണേ, നൊട്ടേഷൻ ആക്കരുത്. Interior of A is defined as the largest open set contained in A, or the largest open set contained in A, largest open set contained in A, and is denoted by
and is denoted by INTA or A raised to 0. അങ്ങനെ രണ്ട് തരത്തിലും എഴുതും. ഇന്റീരിയർ ഓഫ് എ ഓർ എ റേസ് ടു 0. ഇനി ഇന്റീരിയർ ഓഫ് എയ്ക്ക് അകത്തല്ലേ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഡെഫിനിഷൻ തന്നെ വ്യക്തമാണ്. ക്ലിയർലി ഇന്റീരിയർ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. കാരണം കണ്ടെയ്ൻഡ് ഇൻ എ എന്നല്ലേ പറഞ്ഞു, അപ്പോൾ ഇത് വ്യക്തമാണല്ലോ സബ്സെറ്റ് ആണെന്ന്. പിന്നെ ഇന്റീരിയർ ഓഫ് എ തന്നെ ഓപ്പൺ ആണെങ്കിൽ ഇന്റീരിയർ ഓഫ് എ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് എ തന്നെ ആയിരിക്കത്തില്ലേ? അതായത് ഒരു സെറ്റ് എ ഓപ്പൺ ആണ്, ഇന്റീരിയർ ഓഫ് എ തന്നെയായിരിക്കും. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് പറയാം. എ ഈസ് ഓപ്പൺ ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇന്റീരിയർ ഓഫ് എ ഈക്വൽ ടു എ എന്ന് പറയാം. അത് അടുത്ത സെന്റൻസ്. ക്ലിയർലി എ ഈസ് ഓപ്പൺ ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ക്ലിയർലി എ ഈസ് ഓപ്പൺ ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇന്റീരിയർ ഓഫ് എ ഈക്വൽ ടു എ. ഇനി അടുത്ത പാരഗ്രാഫിൽ ക്ലോഷറിൻ്റെ ഡെഫിനിഷൻ പറയാം. ക്ലോഷർ ഓഫ് എ ഈസ് ഡിഫൈൻഡ് ആസ് the smallest closed subset of A, smallest closed subset of capital X, എന്നല്ല, smallest closed subset of capital X contained in A. അല്ല, contained in A എന്നല്ല, containing A എന്നാണ്. containing A and is denoted by A bar. ഇങ്ങനെ എഴുതും, A bar എന്ന് എഴുതുന്നത്. ഈ നൊട്ടേഷനൊക്കെ വേറെ ബുക്കിൽ ചില വേറെ തരത്തിൽ കണ്ടെന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളും ഉണ്ട് ഈ പരീക്ഷയ്ക്ക്. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ വരും. ഞാൻ 86 MSc ക്ലാസ് എടുക്കുന്നതായിരുന്നു, ട്യൂഷൻ ക്ലാസ്. അന്ന് മങ്കേഷ് ആൻഡ് ടോപ്പോളജി പഠിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ചോദ്യം പോലും വന്നില്ല, എല്ലാം വേറെ ബുക്ക് ചെയ്താണ്. പിള്ളേർക്ക് കാര്യമായ മാർക്ക് കിട്ടിയില്ല, ജയിച്ചു എന്നേ ഉള്ളൂ ഈ പേപ്പറെ. അതായത് ടെക്സ്റ്റ് മാറി വന്നു കഴിഞ്ഞാൽ ഒന്നും തൊടാൻ പറ്റത്തില്ല. കാരണം ഒന്നിലെ അപ്രോച്ചല്ല, തിയറംസ് പോലും വേറെയാണ് വേറെ ബുക്കിൽ വരുന്നത്, അതായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. മങ്കേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോഷിയുടെ പുസ്തകത്തിൽ നിന്ന് വന്നാൽ എഴുതാൻ പറ്റത്തില്ല. മങ്കേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ സിമ്മൺസിൻ്റെ ബുക്കുണ്ട് വേറെ, ഇതെല്ലാം വേറെയാണ്, പൊതുവായിട്ടൊന്നും കാണത്തില്ല. ടോപ്പോളജി എന്നൊരു വാക്ക് കാണും കോമൺ ആയിട്ട്, അല്ലാതൊന്നും കാണത്തില്ല. പക്ഷേ കോംപ്ലക്സ് ആണെങ്കിൽ അങ്ങനെ വലിയ വ്യത്യാസം വരുന്നില്ല. എല്ലാ ടെക്സ്റ്റ് ബുക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. റിയലും ഇങ്ങനെ തന്നെയാണ്. റൂഡിൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോസ്റ്റലുകളുടെ പുസ്തകത്തിൽ നിന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പോസ്റ്റലുകൾ പഠിച്ചിട്ട് പോയാൽ റൂഡിൻ്റെതൊന്നും എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആൾജിബ്രയുടെ നിങ്ങളുടെ ബുക്കിൻ്റെ പേരെന്താണ് മറന്നുപോയത്? അല്ല, ഗാലിയനുണ്ട്, വേറൊരു ബുക്കുണ്ട്, ലീനിയർ ആൾജിബ്ര അല്ല ഞാൻ പറയുന്നത്, അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ ഗാലിയൻ കൂടാതെ വേറൊരു ബുക്കുണ്ട്, പേരും മറന്നുപോയി. ഞാൻ എപ്പോഴും പേരെല്ലാം മറന്നുപോയി. അല്ല, അത് ഗാലിയനും ഞാനീ പറഞ്ഞ ബുക്കും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അയാളുടെ പേരും മറന്നുപോയി. വേറെ ആ ബുക്ക് പഠിച്ച ഇതിനകത്തൊന്നും എഴുതാൻ ഒക്കത്തില്ല. അത് മറന്നുപോയി. അത് നേരത്തെ അയാളുടെ ബുക്കായിരുന്നു പഠിക്കാൻ 80 ആ സമയത്തെ. ഇപ്പോൾ അതൊന്നും പഠിക്കാനില്ല. അയാൾക്കാണ് ഞാൻ ഒരിക്കൽ ലെറ്റർ എഴുതിയിട്ടേ, അയാൾ മരിച്ചു പോയായിരുന്നു. നിങ്ങളെവിടെ ഞാൻ പറഞ്ഞു കാണും. അല്ല, അതല്ല, ചെറിയ പ്രായത്തിലല്ല, പ്രായമൊന്നും അറിയത്തില്ല, ഏതായാലും ചെറിയ പ്രായമല്ല.
ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു ഈ പറഞ്ഞ ആള്. ഞാൻ ഈ ലെറ്റർ അയച്ചത് 88 അയച്ചത്, ഒക്ടോബറിൽ മറ്റും അയച്ചത്. ഈ കത്ത് അവിടെ കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ മരിച്ചു പോയായിരുന്നു. ഞാനിത് അറിയുന്നില്ലല്ലോ. അവിടെ അത് ഇല്ലൻറ്റിൽ എഴുതി അയക്കുന്നു. അല്ല, എന്ന് പറഞ്ഞു വന്നത് എന്താണ്, ക്ലോഷർ ഓഫ് ഡിനോട്ടഡ് ബൈ ഏവാർ എന്ന് എഴുതിയ. അപ്പൊ ക്ലിയർലി ഏവാർ സൂപ്പർ സെറ്റ് ഓഫ് എ, ക്ലിയർലി ഏവാർ സൂപ്പർ സെറ്റ് ഓഫ് എ. പിന്നെ ഏതെന്നെ ക്ലോസ്ഡ് ആണെങ്കിലും എന്ത് സംഭവിക്കും? ഏവാർ ഈക്വൽ എന്ന് വരും അല്ലേ. പിന്നെ എ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്, എ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബാർ ഈക്വൽ ടു എ. നമ്മൾ ആ ക്ലോഷറിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് എ. ശരിയാണ്. പിന്നെ ഇതിനകത്ത് ബന്ധമില്ലെങ്കിലും ഇയാളുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. ഒരു സെറ്റ് ഡെൻസ് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എ ബാർ എക്സ് ആയിരിക്കണം. എ ബാർ ജനറലായിട്ട് എക്സിന്റെ സബ്സെറ്റ് ആയിട്ടേ വരത്തുള്ളൂ. ചിലപ്പോൾ എക്സ് തന്നെ ആകാം. ആണെങ്കിൽ അതിനെ ഡെൻസ് ഇൻ എക്സ് എന്ന് പറയും. അതുകൂടെ എഴുതിയത് ഡെൻസ് സബ്സെറ്റ് എന്ന് എഴുതാം. ഡെൻസ് സബ്സെറ്റ്. dense subset. A subset capital A of X, a subset A of a topological space X is said to be dense in X. A subset A of a topological space X is said to be dense in X if A bar equal to X. If A bar equal to X. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ക്ലോഷർ ഓഫ് 1,4 അല്ലേ ചോദിച്ചിരിക്കുന്നത്. എക്സ് എത്രയായിരുന്നു? 1 2 3 അല്ലേ? അല്ല, എക്സ് 1 2 3 4 5 എന്നാണോ പറഞ്ഞത്? ടോപ്പോളജി ഇതാണ് അല്ലേ. ഇതാണ് ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത്. ക്ലോസ് സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് എക്സിന്റെ കോംപ്ലിമെന്റ് ഏതാണ്? കോംപ്ലിമെന്റ് എന്നുള്ളത് എക്സ് മൈനസ് എക്സ് ഇല്ലേ, എക്സ് മൈനസ് 5, എക്സ് മൈനസ് സെറ്റ് 1 2 3, എക്സ് മൈനസ് സെറ്റ് 2 3. ഇത്രയാണ് ക്ലോസ് സെറ്റ് അല്ലേ. എക്സ് മൈനസ് എക്സ് തന്നെയാണ്. എക്സ് മൈനസ് എക്സോ 5ഓ എക്സ്, എക്സ് മൈനസ് സിംഗിൾട്ടൺ അല്ല സെറ്റ് 1 2 3 4 5 എന്ന് കിട്ടും അല്ലേ. എക്സ് മൈനസ് 2 3ഓ 1 4 5 അല്ലേ. നമുക്ക് ഈ എയുടെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഏതൊക്കെയുണ്ട്? എയുടെ സൂപ്പർ സെറ്റ് 2 എണ്ണം ഉണ്ട്. എക്സും ഉണ്ട്, സെറ്റ് 1 4 5 ഉണ്ട്. അതിൽ ചെറുത് ഏതാണ്? 1 4 5. അതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. മനസ്സിലായില്ല എങ്ങനെയാണ്? അത് ആൻസർ എഴുതിക്കോളെ. ഡെഫിനേഷൻ അറിയാമെങ്കിൽ സിമ്പിളാണ്. ടോപ്പോളജി എന്നാന്നൊക്കെ അറിയാമെങ്കിൽ. Open sets in XR, open sets in XR are the elements of T. Are the elements of T. ഇനി അത് കഴിഞ്ഞ് ക്ലോസ് സെറ്റ്സ് ഇൻ XR, ക്ലോസ് സെറ്റ്സ് ഇൻ XR കോംപ്ലിമെന്റ്സ് ഓഫ് ഓപ്പൺ സെറ്റ്സ്. ഒരു സിനിമയിലുണ്ട് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയെന്ന്. എന്നർത്ഥം പറയുന്നത് അത് ഒത്തീർപ്പാക്കി എന്നുള്ളതിനെ കോംപ്ലിമെന്റ്.
അത് പിന്നെ എല്ലാവരും പറയും. പിന്നെ ഇപ്പൊ പറഞ്ഞ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ കോംപ്ലിമെന്റ്സ് ഓഫ് ഓപ്പൺ സെറ്റ്സ്. സോ ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ എക്സ് മൈനസ് എക്സ്, എക്സ് മൈനസ് 5, എക്സ് മൈനസ് സെറ്റ് 1 2 3, എക്സ് മൈനസ് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നില്ലേ? ഇല്ല 4 ഉള്ളൂ അല്ലേ? 4 ഉണ്ട്. എക്സ് മൈനസ് എക്സ്, എക്സ് മൈനസ് 5, എക്സ് മൈനസ് സെറ്റ് 1 2 3, എക്സ് മൈനസ് സെറ്റ് 2 3, ദാറ്റ് ഈസ് 5x സെറ്റ് 4 5 സെറ്റ് 1 4 5 ഉണ്ട്. സെറ്റ് മറ്റേ 1 4 അല്ലേ പറഞ്ഞേ? Closed subsets of capital X containing 1 4. 1 4 എന്നല്ലേ പറഞ്ഞേ? അത് ഏതൊക്കെയുള്ള containing 1 4 are X and set 1 4 5. X are 1 4 5. അപ്പോൾ ഇനി എ ബാർ ഈക്വൽസ് അല്ലെ ക്ലോഷർ ഓഫ് എന്ന് എഴുതി, എ ബാർ എന്ന് എഴുതുന്നില്ലേ, ക്ലോഷർ ഓഫ് 1 4 ഈക്വൽസ് അല്ല 1 4 എന്നാണോ? 1 4 ഈക്വൽ ടു സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് 1 4. അതേതാണ്? 1 4 5 എന്ന് കിട്ടും ഇല്ലേ? ഇതൊക്കെ അറിയാമെങ്കിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് എടുത്ത് എൻ്റെ എബോ ഒരു ചോദ്യമേ വേറെ പറയാണ്. എൻ്റെ എബോ പ്രോബ്ലം വേറെ ചോദ്യം ഇതിനകത്ത് തന്നെ വേറെ സെറ്റ് മാറ്റി പറയാം. ഇൻ ദി എബോ പ്രോബ്ലം ഫൈൻഡ് ദി ക്ലോഷർ ഓഫ് എ ഈക്വൽ ടു സെറ്റ് 3 4. ഫൈൻഡ് ദി ക്ലോഷർ ഓഫ് സെറ്റ് 3 4. എ ഈക്വൽ ടു 3 4. 3 4ന്റെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഏതൊക്കെ ക്ലോസ്ഡ് സെറ്റ് ഉണ്ട്? ഇതല്ലേ ക്ലോസ്ഡ്? എക്സ് മാത്രമേ ഉള്ളൂ, ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ക്ലോഷർ. അത് തന്നെ വന്നാൽ ഡെൻസ് എന്നല്ലേ? അപ്പോൾ ഇത് ഡെൻസ് എന്ന് പറയാൻ നേരം. അപ്പോൾ അടുത്ത ചോദ്യം പറഞ്ഞല്ലേ? there is only one closed set. ആൻസർ ആണ് there is only one closed set containing 3 4, set 3 4 അല്ലെ containing a namely ഏതാണ്? എക്സ്. സോ ക്ലോഷർ ഓഫ് എ എത്ര കിട്ടും? എക്സ് തന്നെയായിരിക്കും അല്ലേ? സോ എ ഈസ് ഡെൻസ് ഇൻ എക്സ് എന്ന് കിട്ടും.
ഫൈ ഇല്ലേ? ഇൻ ദി എബവ് പ്രോബ്ലം എന്നല്ലേ? ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതാ ചോദിച്ചത്. ഇൻ ദി എബവ് പ്രോബ്ലം എന്നല്ലേ പറഞ്ഞത്? ഇൻ ദി എബവ് പ്രോബ്ലം ഫൈൻഡ് ദി ഇന്റീരിയർ ഓഫ് എ ഈക്വൽ സെറ്റ് 1, 2, 3. ആൻസർ: there are 3 open sets contained in A, namely 5, set 2, 3, and 1, 2, 3. നോക്കട്ടെ അത് ശരിയാണോ എന്ന് പറയുന്നത്. ഇതിന്റെ സബ്സെറ്റ് 1, 2, 3യുടെ സബ്സെറ്റ് ആയിട്ട് വരണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത് 3 അല്ലേ ഉള്ളോ? ഇതിൽ ലാർജസ്റ്റ് ഏതാണ്? 1, 2, 3. അതങ്ങനെ പറയേണ്ട കാര്യമില്ല. അല്ലാതെ പറയാമല്ലോ. അല്ലാതെ അങ്ങനെ പറയണ്ട കേട്ടോ. അല്ലാതെ പറയാൻ പറ്റും. അതല്ലേ എളുപ്പം. സെറ്റ് 1, 2 സെറ്റ് എ ഈസ് ഓപ്പൺ ഇൻ എക്സ്. ടോപ്പോളജിയിൽ ഇല്ലേ? അതുകൊണ്ട് സെറ്റ് എ ഈസ് ഓപ്പൺ ഇൻ എക്സ്. സോ ഇന്റീരിയർ ഓഫ് എ ഈക്വൽസ് എ. ഇന്റീരിയർ ഓഫ് എ ഈക്വൽ ടു എ. ഇനി അങ്ങനെ അല്ലാത്ത ഒന്ന് പറയാന്നാല് അതിൻ്റെ ഒരു ഇല്ലേ പ്രസക്തി വരണമെങ്കിൽ വേറെ പറയണം. In the above problem, find the interior of A equals find the interior of set A equals 1, 2. 1, 2. സമയം എത്രയായി? 1 മണിയായോ? പിന്നെ ഇതുകൊണ്ട് നിർത്താം. In the above problem, find the interior of A equal to 1, 2. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊക്കെ ഓപ്പൺ സെറ്റ്സ് ഉണ്ട്? എം ഡി സെറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്റീരിയർ 5 ആയിരിക്കും. അങ്ങനെ ആൻസർ: there is only one open set. There is only one open set contained in A, namely 5. So interior of A equal to 5. ഇപ്പോൾ ചെയ്യാൻ പഠിച്ചല്ലോ എങ്ങനെയാണ്. റിയലിൽ പഠിക്കുന്നത് ഇങ്ങനെയല്ല, ഇതുപോലെയല്ല. അതിനകത്ത് ടോപ്പോളജി എന്നൊരു ടേമേ ഇല്ലല്ലോ. അതിനകത്ത് സ്റ്റാൻഡേർഡ്